എഴുത്തുകാരൻ്റെ ആധികാരികതയ്ക്ക് അല്ലെങ്കിൽ കഥാവിന്യാസത്തിൻ്റെ ആധികാരികതയ്ക്ക് അല്ലെങ്കിൽ വായനക്കാരിൽ ഉണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ ആധികാരികതയ്ക്ക് രണ്ടക്ഷരത്തിൻ്റെ പേരിട്ട് വിളിക്കാൻ പറഞ്ഞാൽ ലോകം മുഴുവൻ വിളിക്കാവുന്ന പേരാണ് MT എന്ന് നമുക്കറിയാം. രണ്ട് കാര്യം മാത്രം ആലോചിച്ച് നോക്കുക. നൂറ്റാണ്ടുകൾ പാടി നടന്ന വടക്കം പാട്ടുകൾ എവിടെയെങ്കിലും ചന്തു ഒരു നായകനായിരുന്നു. ആ ചരിത്രത്തോട് പാരമ്പര്യത്തോട് കലഹിക്കാനുള്ള ഒരു എഴുത്തുകാരൻ്റെ ധൈര്യം മാത്രമല്ല, ആ കഥാവിന്യാസത്തിൻ്റെ ആധികാരികത MT നമുക്ക് മറ്റൊരു ചന്തുവിനെ പരിചയപ്പെടുത്തിയ ശേഷം ചന്തു ഇപ്പോൾ നായകനുമാണ്. ഭീമസേനൻ നമുക്ക് എന്തെങ്കിലും നായകനായിരുന്നു. ധർമ്മപുത്രനായിരുന്നില്ല, വില്ലാളി വീരനായിരുന്ന അർജുനനായിരുന്നില്ല, അതിൻ്റെ ഇടയിൽ എവിടേക്കോ ആയിരുന്നു ഭീമസേനൻ. പക്ഷെ രണ്ടാം മൂഴം വായിച്ച ഒരാളുടെ മനസ്സിലും ഭീമസേനയിലെ നായകനെ അല്ലെങ്കിൽ മനുഷ്യനെ ഒരു കാലത്ത് മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയാത്ത അത്ര ആധികാരികതയോടെ നമ്മുടെ മനസ്സിൽ, വായനക്കാരൻ്റെ മനസ്സിൽ അക്ഷരങ്ങളുടെ മേൽ ഒരു എഴുത്തുകാരനുണ്ടാവുന്ന ആധികാരികതക്ക് ഇതുപോലെ മറ്റൊരാൾക്കും അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. നമുക്കെല്ലാവർക്കും അറിയാം. അത്തരമൊരു സൃഷ്ടാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ആ സൃഷ്ടികൾ നേരത്തെ പറഞ്ഞ ആ സ്വാധീനം അത് തലമുറകളിൽ ചെലുത്തിക്കൊണ്ടേയിരിക്കും. എഴുത്തുകാരനായി അറിയപ്പെട്ടു തുടങ്ങിയ 7 പതിറ്റാണ്ട് കാലത്തിൽ എഴുത്തുകൊണ്ട് ഒരു ദീർഘകാലത്തെ വസന്തം നമ്മുടെ മുന്നിൽ വിരിയിച്ച മഹാരഥൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ നാടിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തീർച്ചയായും ഈ വിഷമകരമായിട്ടുള്ള ഈ ഘട്ടം തീർച്ചയായും എല്ലാവരും മരണത്തെ പുൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇട്ടേച്ചു പോകാൻ ഒരു വലിയ മഹാനിധി കുംഭം മലയാള സാഹിത്യ പ്രപഞ്ചത്തിനും മതേതരത്വ മാനവിക സാംസ്കാരിക മൂല്യങ്ങളും പ്രശോഭിതമായി ഇട്ടുതന്നാണ് ആ വലിയ കുലപതി യാത്ര പോയത്. ആ മഹാകുലപതിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ. ഇത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലെ കൂടല്ലൂരിലാണ്. ഞാനിവിടെ നിൽക്കുന്നത് കൂടല്ലൂരിൻ്റെയും തൃത്താലയുടെയും ജനപ്രതിനിധി എന്ന നിലയിൽ ജന്മനാടിൻ്റെ അഗാധമായ ദുഃഖവും ആദരവും കൂടി അറിയിക്കാൻ വേണ്ടിയാണ്. MTയുടെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന ശൂന്യത മലയാളിയുടെ സർഗജീവിതത്തെ ദരിദ്രമാക്കുന്നുണ്ട്. ഏറെക്കാലം ആ ശൂന്യത നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിർഭാഗ്യവശാൽ കേരളീയ സാഹചര്യത്തിൽ സാഹിത്യത്തിന് പ്രാധാന്യം തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. രാഷ്ട്രീയം, മതം, സ്പോർട്സ്, സംഗീതം, സിനിമ, നവമാധ്യമങ്ങൾ അവർക്കൊക്കെ പലതരം സ്ഥലം അനുവദിക്കുമ്പോഴും സാഹിത്യത്തിന് താരതമ്യേന കുറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിനെ തടഞ്ഞു നിർത്തിയ ഒരാളാണ് MT. അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 50 കൊല്ലമായി. അദ്ദേഹം സാഹിത്യകാരൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ഒരാളാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഏത് അധികാരിയുടെ മുമ്പിലും, ഏത് പണക്കാരൻ്റെ മുമ്പിലും, ഏത് പുരോഹിതൻ്റെ മുമ്പിലും, ഏത് സംഘടിത ശക്തിയുടെ മുമ്പിലും അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ ഭയന്നിട്ടോ ഒരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതൊരു ചെറിയ കാര്യമല്ല. എന്നും ആ തരത്തിൽ സാഹിത്യകാരൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ഒരാളാണ് അദ്ദേഹം. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടുകാരനായ എഴുത്തച്ഛൻ്റെ പാരമ്പര്യമാണ്. നമ്മളിന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. ഒരു രാജാവിൻ്റെയും രാജസദസ്സിൽ ചെന്ന ഒരു സ്തുതിയും എഴുതിയിട്ടില്ലാത്ത ഒരുത്തനെയാണ് നമ്മൾ ഭാഷാപിതാവ് എന്ന് വിളിക്കുന്നത്. സംസ്കൃതത്തിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, സ്വന്തം വംശത്തിൻ്റെ ഉന്നതിയെ ആരാണോ മുന്നോട്ട് കൊണ്ടുപോയത് അവൻ മാത്രമേ ജനിച്ചിട്ടുള്ളൂ എന്ന്. സ ജാതോ ഏന ജാതേന യാതി വംശസമുന്നതി. സാഹിത്യത്തെ പ്രേമിക്കുകയും സാഹിത്യത്തിൽ പ്രവർത്തിക്കുകയും സാഹിത്യത്തെ ആരാധിക്കുകയും ചെയ്യുന്ന എല്ലാ മലയാളികളുടെയും പേരിൽ ഞാൻ ആ വലിയ മനുഷ്യൻ്റെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നു.
എഴുത്തുകാർക്ക് ഈ സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന്, അയാൾ തലയുയർത്തി നടക്കേണ്ടവനാണ് എന്ന്, അയാളുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയേണ്ടവനാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് MT ആണ്. എന്തുകൊണ്ടാണ് MT മലയാളിക്ക് ഇത്രയധികം സ്വീകാര്യനായി തീർന്നത് എന്ന് ആലോചിക്കുമ്പോൾ, ഒന്ന്, അദ്ദേഹം എത്തപ്പെട്ട മേഖലകളിലെല്ലാം പുതിയ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകൾ എടുത്തു നോക്കിയാൽ അതിൽ MTയുടെ കഥയുണ്ട്. ഏറ്റവും മികച്ച നോവൽ എടുത്തു നോക്കിയാൽ അതിൽ MTയുടെ നോവലുണ്ട്. ഏറ്റവും മികച്ച തിരക്കഥയിലും സംവിധാനത്തിലും പത്രാധിപത്യത്തിലും MTയുടെ പേരുണ്ട്. ഏറ്റവും നല്ല സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അങ്ങനെ ഏത് നിലയിലും താൻ എത്തപ്പെട്ട ഇടങ്ങളിലെല്ലാം താൻ വിജയം വരിച്ച് ഔന്നത്യം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീ MT. ഇന്ന് മാത്രമല്ല, നമ്മളൊക്കെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു MT എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനന്യമായ പ്രത്യേകത. നമ്മൾ ആരാധിക്കുന്ന സിനിമാ താരങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയാണ് MT. നമ്മൾ ആരാധിക്കുന്ന രാഷ്ട്രീയക്കാർ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു MT. നമ്മൾ ആരാധിക്കുന്ന സംഗീതജ്ഞർ, നമ്മുടെ സമൂഹത്തിൻ്റെ ഏത് തുറയിലുള്ളവരും നമ്മൾ ആരാധിക്കുന്നവർ പോലും ആരാധിക്കുന്ന ഒരു വ്യക്തിയായി MT നമ്മുടെ മുമ്പിൽ നിറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്നത് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച കൃതികളിലൂടെ വീണ്ടും സഞ്ചരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മാനവികതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ MT എന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചു ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദ്വയാക്ഷരത്തിലൂടെ ലോകം അറിയപ്പെടുന്ന ആ മഹിതമായ വ്യക്തിത്വത്തെ അഗ്നിനാളങ്ങൾ സ്വീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ വ്യാസ് സംസാരിച്ചു കഴിഞ്ഞ പി രാജേഷ് സിഹിമൻ തുടങ്ങിയിട്ടുള്ള മാധ്യമ തുടങ്ങി പ്രമുഖരായ നിരവധി നേതാക്കന്മാരും എൻ്റെ സംസാരിക്കാറുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. MTക്ക് ഒരു മുഖവര നൽകാൻ സാധ്യമല്ല. മലയാളത്തിലെ ഏത് അക്ഷരങ്ങൾ കൂടി ചേർത്താലും ആ മുഖവര സമ്പൂർത്തീകരിക്കാൻ കഴിയില്ല. അത്രയേറെ വൈബല്യം നിറഞ്ഞ ഒരു മഹാജീവിതമാണ് MTയുടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാലത്തിൻ്റെ കണ്ണാടിയാണ് MT. കലഭേദങ്ങൾ, വർണ്ണഭേദങ്ങൾ, അങ്ങനെ നിരവധി അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് സാഹിത്യ സാംസ്കാരിക കർമ്മരംഗത്ത് തൻ്റെ ബഹുമുഖമായ വ്യക്തിത്വം കൊണ്ട് സിംഹാസനം നേടിയെടുത്ത ഒരു ചക്രവർത്തി. അദ്ദേഹം ഇന്നിപ്പോൾ നമ്മുടെ കൂടെയില്ല. കോഴിക്കോട് നഗരത്തിനും ഈ നഗര ഹൃദയഭൂമിക്കും എന്തെല്ലാം ഓർക്കാനും ഓമനിക്കാനും ആദരിക്കാനുമുണ്ട് കുറിച്ച് നമുക്കെല്ലാം. പക്ഷേ അതൊന്നും ഇത്തരമൊരു യോഗത്തിൽ രേഖപ്പെടുത്താൻ സാധ്യമല്ല. MT എന്ന ആ ദ്വയാക്ഷരം നമ്മുടെ എത്രയോ ദേശീയ ബഹുമതികൾ, അംഗീകാരങ്ങൾ ഒക്കെ കരസ്ഥമാക്കി ഒരു സാംസ്കാരിക സാഹിത്യ ജേതാവിന് ഏതെല്ലാം ഉയരങ്ങളിൽ ഉയർന്ന് പങ്കാളികൾ അതെല്ലാം ഹ്രസ്വമായ കാര്യത്തിൽ നിർവഹിച്ച് ജീവിതത്തോട് യാത്ര പറഞ്ഞ MTയുടെ പൂഞ്ചലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഹൃദയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ശാന്തിക്കാരുടെ പ്രാർത്ഥനയിൽ